ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് 75 ഹാർഡ് ഡേ 28 ആയി. അപ്പോൾ രാവിലെ 10 കഴിഞ്ഞു. പിന്നെ ജിമ്മിൽ പോയി കുളിച്ചു, ഫാൻ ഇട്ടു, കുപ്പായിട്ടിട്ട് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഫുഡ് കഴിക്കാം ഗൈസ്. ഗൈസ് കോഴ്സ് കഴിഞ്ഞു. ഫുള്ള് മഴ വന്നിട്ട് ഭയങ്കര മഴ. ബസ് കാത്തുക്കാണ് ഗൈസ്. എന്താണ് ഇത്? ചോകടിച്ചോളം നിൽക്കൂ. നിർത്തി പോടാ ഗൈസ്. അങ്ങനെ ക്ലിനിക് കഴിഞ്ഞു. നമുക്ക് വീട്ടിലൂടെ തിരിക്കാം. ഓക്കെ. അയ്യോ, കുട എടുക്കാൻ മറന്നു. വന്നപ്പോൾ ഒരു കുട പറഞ്ഞു. അടുത്താണ് എടുത്തിട്ടില്ല. ഓക്കെ ബൈ, വീഡിയോ എത്തിയിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഇന്നത്തെ എല്ലാ ഇതും കഴിഞ്ഞപ്പോൾ ബുക്ക് വായിച്ച് കഴിഞ്ഞു. ഇന്ന് അത്ര വീഡിയോസൊന്നും എടുത്തിട്ടില്ല. അതുകൊണ്ട് ഇന്നും നാളെമ്പാടി ചേർത്ത് കാണേണ്ട ഒരു വീഡിയോ ആക്കുന്നതാണ്. യെസ്, നാളെ കാണാം. ബൈ. ഹേ ഗൈസ്, വെൽക്കം. അപ്പോൾ നമ്മൾ കോഴ്സിന് റെഡി ആയി നിൽക്കണം. കോഴ്സിന് പോകാം. യെസ്. ഹേ ഗൈസ്, ക്ലിനിക്കിലാണ്. രാവിലെ കുറച്ച് വീട് എടുത്തിട്ട് പിന്നെ ഒന്നും എടുത്തില്ല. എന്താ ഭയങ്കര മൂടിയാ എടുക്കാൻ. അത് എന്തൊക്കെ ഒരു ക്ഷീണം കാര്യങ്ങളും. അപ്പോൾ ഞാൻ എടുത്തില്ല. ഇപ്പോൾ ഓക്കെയാണ്, ഇപ്പോൾ റെഡിയായി. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ എനിക്കറിയില്ല. അപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാനും ഇല്ല. പണ്ടാരം ഇനി ഞാൻ വേണമെങ്കിൽ എൻ്റെ കുറച്ച് കഴിവുകൾ കാണിച്ചു തരാം. പുറത്തെടുക്കാത്ത കുറച്ച് കഴിവുകൾ. പണ്ടൊക്കെ ഫുൾ വൈബ്. ഇപ്പോൾ അതൊന്നും ഇല്ല. ഞാൻ ചില ചെണ്ടയ്ക്ക് കൊട്ടും ചെറുതായിട്ട്. പണ്ട് ടൈപ്പില്ല. പക്ഷെ ഇപ്പൊ ഞാൻ അങ്ങനെ വെറുതെ ഇരുന്നപ്പോ അങ്ങനെ വെറുതെ കൊട്ടിയത്. അപ്പൊ ഞാൻ ഇപ്പൊ വീഡിയോ എടുത്താലോ എന്ന് വിചാരിച്ചു. ഇല്ല, നേക്കൊന്നും ഉണ്ടാവില്ല. നോക്കാം. നേക്കുണ്ടെങ്കിൽ ഇങ്ങനെ പറയാം ഗൈസ്, നേക്കുണ്ടെന്ന്. ഇല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയാം. ഒന്നുകൂടി ബെസ്റ്റ് ആക്കാൻ ആരെയും നിർത്തി പോകുന്നില്ല. പണ്ട് ഭയങ്കര ഫേമസ് ഞാൻ ഇത് കൊട്ടാൻ ബെഞ്ചുമലൊക്കെ ഇങ്ങനെ മുട്ടും ഈ 7ാം ക്ലാസ്സിലൊക്കെ. അപ്പോൾ ഇൻ്റെ ഇത് പഠിപ്പിച്ചു തരുമെന്ന് വെച്ചാണ്ട് ചെക്കന്മാരൊക്കെ വന്നീന്. കുറെ തരുന്നില്ല. എന്നാലും ചില ആൾക്കാരൊക്കെ വന്നിട്ടാ. ഞാൻ വെറുതൊന്നും ഞാൻ പറയില്ല. ചില കാര്യത്തെ പറയുള്ളൂ. കുറച്ച് ആൾക്കാരൊക്കെ പഠിപ്പിച്ചു തരുമോ വെച്ചാൽ വന്നില്ല. ആ സാധനം ഏതാണ് ഞാൻ കാണിച്ചു തരാം. എനിക്കെല്ലാം നേക്കായിട്ട് തോന്നിയിട്ടേ. പക്ഷെ ഇനി കേൾക്കുന്നവർക്ക് ഇനി എങ്ങനെ ഉണ്ടാവോ? നിങ്ങൾക്ക് നേക്കുണ്ടെങ്കിൽ പറയുക ഗൈസ്. കമന്റ്. എങ്ങനെയുണ്ട് ഗൈസ്? എനിക്കറിയില്ല. ഇത് പണ്ട് ഇത് പഠിപ്പിച്ചു തരുമെന്ന് വെച്ചാണ്ട് ആൾക്കാരൊക്കെ വന്നീനു. ഇത് ചെയ്യാനാ അല്ലേ? പണ്ട് അങ്ങനത്തെ കുറെ പിരാന്തലുണ്ടായിരുന്നു. ബെഞ്ചുമ്മ എന്താ പറയാ. അപ്പൊ എല്ലാ കുട്ടികളും ചെയ്യട്ടെ വെച്ചാല് ഇന്റർവെല്ലോ അല്ലെങ്കിൽ ഫ്രീ പീരീഡ് ആകുമ്പോ ഇങ്ങനെ എല്ലാരും ഇങ്ങനെ ബെഞ്ചുമ്മ ഇങ്ങനെ മുട്ടിയും പാട്ടാടി കളിച്ചു. എല്ലായിടത്തും ഉള്ളതന്നെയല്ലേ.
അപ്പോൾ അന്നുണ്ടായിരുന്നു. പിന്നെ പിന്നെ അതൊന്നും പൊട്ടലില്ല. ഏഹ് അങ്ങനത്തെ ചില കഴിവുകളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട്. യാ നമുക്ക് അടുത്ത എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. ഇങ്ങനെയൊക്കെയാണല്ലോ കഴിവുകൾ പലരും അറിയുന്നത് അല്ലേ? എനിക്കറിയില്ല അത് കഴിവാണോ കഴിവേറിയാണോ ഒന്നും അറിയില്ല. അടുത്ത നമുക്ക് പഞ്ചാബി കൊട്ടിട്ടാ. അത് എങ്ങനെയുണ്ട് ഗൈസ്? ഏതാ രസം എന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്താൽ നമ്മളെ ചാനൽ ബൂസ്റ്റ് ആവുള്ളൂ. അങ്ങനെയാണ് കൂടുതൽ ആളുകളിലേക്ക് എത്തുള്ളൂ. അങ്ങനെയാണ് നമുക്ക് റീച്ച് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ആയിക്കോട്ടെ എന്തെങ്കിലുമൊക്കെ ഏൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കമൻറ്റ് ചെയ്യുക. അതിനൊപ്പം തന്നെ ഇത് കണ്ടിരിക്കാതെ ഇതുപോലെയുള്ള ചാനലുകൾ തുടങ്ങുക. ഞാൻ പറയാ ചാനൽ തുടങ്ങുക വെച്ചാൽ അത്രയും നല്ലതാണ്. ഇക്കാലത്ത് ഈ സംഭവങ്ങളൊന്നും ഇല്ലെങ്കിൽ എന്നല്ലോ, നമ്മൾ അത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് അത് നമ്മൾ എന്താ പറയുക ശരിയായി യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ ഇത്രയും നല്ല പ്ലാറ്റ്ഫോമുകൾ ഉണ്ടായിട്ട് എന്താ പറയുക ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് ഇതൊക്കെ ഉണ്ടായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നില്ല പറഞ്ഞാൽ അത് വെറും പൊട്ടത്തരം മാത്രമാണ്. കാരണം ഇതിൽ കൂടെ നമുക്ക് എൻ്റെ ലൈഫ് തന്നെ നമുക്ക് മാറ്റാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് ഇതുവരെയായിട്ടും ഒന്നും ഉണ്ടായിട്ടിരുന്നില്ല. മേ ബി ഫ്യൂച്ചറിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റം സംഭവിക്കാം. എല്ലാത്തിനും അതിൻ്റെതായ ഒരു എന്താ പറയുക എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ടെന്നല്ലേ. അങ്ങനെ അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ തുടങ്ങാം. പിന്നെ തുടങ്ങാൻ എല്ലാവർക്കും മടി ഉണ്ടാവും. കാര്യത്തിൽ പറയല്ല, എനിക്ക് ഇൻസ്റ്റാഗ്രാം തുടങ്ങാൻ നല്ല മടിയുണ്ട്. പക്ഷേ ഇൻസ്റ്റാഗ്രാം തുടങ്ങണം എന്ന് പറഞ്ഞാൽ ഇരുതാ പോരാ. എൻ്റെ മെയിൻ പ്രശ്നം എന്താണ്, ഒക്കെ തുടങ്ങണം, ചെയ്യണം, അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം എന്ന് പറയുന്നുള്ളൂ. പ്രവർത്തിച്ച് കാണിക്കും, പക്ഷേ അതിന് കുറച്ച് ടൈം ലാഗാവും. ഭയങ്കര ലാഗാവും. പക്ഷെ കുറേ കഴിഞ്ഞിട്ടേ നമ്മൾ ചെയ്യൽ. പക്ഷെ ഇനി അങ്ങനെ പറ്റില്ല. നമുക്ക് പെട്ടെന്ന് തുടങ്ങണം. എല്ലാ കാര്യങ്ങളും വിചാരിച്ച കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തുടങ്ങണം. ജസ്റ്റ് ഒരു പാട്ടും പാടാൻ നോക്കാം. എനിക്കറിയില്ല കേട്ടോ, ഇത് രസം ഉണ്ടോ ഇല്ലയോ ഒന്നും അറിയില്ല. എന്തായാലും വെറുതെ ഇരിക്കാൻ ഇവിടെ ഡോക്ടറും ഇല്ല. അപ്പോൾ അതുകൊണ്ട് പേഷ്യൻ്റ് വരില്ല. വന്നാനിപ്പോൾ കണ്ട് അപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ, അതാണ്. ചിന്നമ്മ അടികുഞ്ഞി പെണ്ണമ്മ തിരുവള്ളിക്കാവിൽ ഗജവീരന്മാരായിരം പൂക്കമ്മ പടുവാണ്ടിത്താളം കുടമാറ്റം കാണാൻ അരിയാലും മേലമ്പിളി ചിന്നമ്മ പെണ്ണമ്മ തിരുവള്ളിക്കാവിൽ ഗജവീരന്മാരായിരം പൂക്കമ്മ പടുവാണ്ടിത്താളം മറ്റും കാണാം അയാലും മേലമ്പിളി മഴകേടെ കിളിക്കൂട്ടമായി വന്നു പോവേ പഴയ കാലങ്ങളെങ്ങും ചാടി മറയുകതിനി വരുമോ ചിന്നമ്മ കുഞ്ഞി പെണ്ണമ്മ വള്ളിക്കാവിൽ വീരന്മാരായം പൂക്കുമ്പ വണ്ടിത്താം മാറ്റം കാണാൻ അയാതിമേ അത് കൊളായി. അടുത്ത എൻ്റെ മറ്റൊരു കഴിവാണ് ഞാൻ കാണിച്ചിട്ടുണ്ട് ഗൈസ്. ഈ കൈ നമ്മൾ ഇങ്ങനെ ആക്കുമ്പോൾ ഈ രണ്ട് ഭാഗം ഉണ്ട്. ഇതും ഉണ്ടല്ലോ, ഇത് നമ്മളിങ്ങനെ കൂട്ടി മുട്ടും. അത് കുറെ ആൾക്കാർക്കൊന്നും അങ്ങനെ കഴിയൂല. ബട്ട് ഐ ക്യാൻ. കാണിച്ചില്ല, കാണുന്നുണ്ടോ ഗൈസ്? ഇവിടുന്ന് നമ്മൾ വിടാൻ പാടിയ, ഇത് നമ്മൾ വിടാൻ പാടിയ, പക്ഷെ ഇവിടെ മൊത്തം മണം കണ്ടോ. അതാണ് അങ്ങനെ പലവിധ കഴിവുകളുള്ള ഒരു കഴിവേറിയാണ്. ഇങ്ങനെ കൈ മാത്രമൊന്നുമില്ല ഗൈസ്. അടുത്തായിട്ട് പാട്ട് പാടിയേക്കാം. എനിക്കൊന്നും അറിയില്ല, പക്ഷേ എനിക്ക് ചില നേരത്ത് തോന്നും പാട്ട് ആ പാടിൻ്റെ നേക്കുണ്ടോയെന്ന് എനിക്ക് തോന്നും. ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെന്ന് അറിയാം, എനിക്ക് തോന്നും. അതുകൊണ്ട് ഞാൻ പാടുകയാണ്. നമുക്ക് സനംപുരെ പാടാം. സനം बादलों की तरह ही तो तूने मुझ पे साया किया है, बारिशों की तरह ही तो
तूने खुशियों से भिखाया है, आदियों की तरह ही तो तूने होश को उड़ाया है। मेरा मुकद सवार है यूं, नया सवेरा जो लाया है तू, मुझे जिंदगी बिताने हैं मुझको मेरे सारे जन्म रे, सनम रे, सनम रे, तू मेरा सनम हुआ रे, सनम रे, सनम रे, तू मेरा सनम हुआ रे, सनम रे, सनम रे, तेरा मुझ पे करम हुआ रे, सनम रे, सनम रे, तू मेरा सनम हुआ रे। ओ, 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 मेरे സനം രേ മേരെ ഹുവാ രേ. പാണ്ടാരോ എനിക്കറിയാം ഗൈസ്, രസമുണ്ടോ ഗൈസ്? ഇതറിയില്ല, ഇപ്പം എന്തോ ഭയങ്കര ഒരു മൂഡ് ഓണായി. ഇപ്പോൾ ഓണാകുമ്പോഴാണ് ഇങ്ങനത്തെ പല കഴിവുകളും കാണാൻ പറ്റുക. രസമില്ലെങ്കിലും ഉണ്ടെങ്കിലും നമുക്ക് പേടിയല്ലോ. നമ്മൾ നമ്മളെ ഇഷ്ടത്തിന് നമുക്ക് പാട്ട് പാടാൻ തോന്നുന്നുണ്ടെങ്കിൽ പാട്ട് പാടുക, ഡാൻസ് കളിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ഡാൻസ് കളിക്കുക, അത്രേ ഉള്ളൂ. അല്ലെ ബാക്കിയുള്ളവന് എന്ത് വിചാരിച്ചും അങ്ങനെ പറയേണ്ട കാര്യമില്ല. അതാണ് അത് വെച്ചാൽ, എന്നാൽ നമ്മൾ എത്ര പറഞ്ഞാലും നമ്മളെ മൈൻഡ് ചെറുതായിട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളത് ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ അപ്പ് ചെയ്തുകൊണ്ട് നിൽക്കണം. ആ സാധനം ഇങ്ങനെ മൈൻഡിൽ നിന്ന് പോയിപ്പിച്ചണം. അല്ലെങ്കിൽ എന്താ പറയുക, എവിടെ എത്തൂല. അതാണ് കാര്യം പറയാല്ല, എവിടെ എത്തൂല. ആ ഓനത്തെ വിചാരിച്ച ഇപ്പോൾ യൂട്യൂബ് തുടങ്ങുമ്പോൾ തന്നെ പലരും കളിയാക്കും. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ നമ്മളിവിടെ എത്തൂല. നമുക്ക് 25K സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവോ? പറയും. അതാണ് 25 സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉള്ളൂ, വ്യൂസ് അത്ര ഇല്ല. വ്യൂസൊക്കെ നിങ്ങൾ സഹകരിക്കുകയാണെങ്കിൽ കൂട്ടാം. നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും, എന്തെങ്കിലും കമൻറ്റ് ചെയ്താൽ മതി. നിങ്ങൾ എല്ലാം അങ്ങാടിക്കൊക്കെ പോവുകയാണെങ്കിൽ അതിൻ്റെ ലിസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കമൻറ്റ് ചെയ്തോളി. പ്രശ്നമൊന്നും ഇല്ല. അവിടെ ആർക്കും പ്രശ്നമില്ല, ആരും തല്ലുണ്ടാക്കി വരില്ല, ആരും ചോദിച്ചാലും വരില്ല, ഒരു പേടി മേടിച്ചിട്ടുള്ള. അതുപോലെ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇപ്പം നിങ്ങൾക്ക് ആരൊക്കെ കുട്ടിക്ക് മെസ്സേജ് അയക്കണോ, അതിൻ്റെ എങ്ങനെ തുടങ്ങുമെന്ന് സംശയം ഉണ്ടാ, ഇവിടെ കമൻറ്റ് ചെയ്തോളി. പ്രശ്നമില്ല, ആരും ചോദിച്ചാനും ഇല്ല. ചോദിച്ചാലാണ് ഞാൻ റിപ്ലൈ എടുത്തുകൊണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യുക. പക്ഷേ ബാഡായിട്ടുള്ളത് ഒഴിച്ച് അല്ലേ. നമുക്കിപ്പോൾ പറഞ്ഞ ടൈം എത്രയായി? 7:40. നമുക്കിതൊക്കെ ക്ലോസ് ചെയ്ത് പെരി പോകണം, എന്തെങ്കിലും തിന്നണം. പിന്നെ നമ്മളെ ബുക്ക് വായിക്കണം. ബുക്ക് കുറച്ചിങ്ങനെ വായിക്കുകയാണ് ഇവിടെ. ബുക്ക് വായിക്കണം. ഇംഗ്ലീഷിൻ്റെ കഴിഞ്ഞു, അതൊക്കെ ഇവിടെ നിന്ന് തന്നെയാണ് കഴിപ്പിച്ചു. അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ എന്താ. വെള്ളം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ കിടന്നുറങ്ങണം. പിന്നെ റിപ്പീറ്റ്. ഞാൻ അതാണ് എടുക്കാത്തത്. ഇത് എല്ലാ ദിവസവും തന്നെ കാണിക്കാവുള്ളൂ. രാവിലെ 10 കഴിഞ്ഞിട്ട് ജിമ്മിൽ പോവുക, അത് കഴിഞ്ഞിട്ട് അപ്പോഴത്തേന് കുളിച്ച് ചെയ്യുക, പിന്നെ ചോറ് കഴിക്കുക, ചായ കുടിക്കുക, അതിനാണ് നേരെ എന്താ പറയുക കോഴ്സിന് പോവുക. അത് കഴിഞ്ഞാണ് നേരെ ഒന്ന് എഡിറ്റ് ചെയ്യുക. അപ്പോഴത്തേന് വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ തിന്നിട്ട്, അല്ലെങ്കിൽ തിന്നാതെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പിന്നെയും ഇങ്ങോട്ട് വരിക. ഇത് കഴിഞ്ഞ ശേഷം പിന്നെ പോവുക. ആ പോകുമ്പോൾ ബുക്ക് വായിച്ചും ചോറ് കഴിക്കും, സ്കീമും കിടന്നു പോകും. ഇതന്നെ റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ കാണിക്കാത്തത്, ബോറാ വെച്ചിട്ട്. അപ്പോൾ ഗൈസ്, ഞാൻ എന്തായാലും ഇതൊക്കെ ഒന്ന് അടുപ്പിക്കട്ടെ. നന്നായിട്ട് എന്താ പറയുക, ക്ലോസിംഗ് ബാലൻസ് ചെയ്താണ്ട് അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട് ഗൈസ്. പിന്നെ കാണാം. ബൈ. പെരിയത്തട്ടെ. നമ്മൾ പൂട്ടിപ്പോവാൻ നേരത്ത് മഴ പെയ്തു. പണ്ടാരം. ഓ മേൻ, ഇപ്പം എന്താ കാട്ടുകാറിയോ? ഒന്നെങ്കിൽ മണ്ടേണ്ടി വരും, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കേണ്ടി വരും. രണ്ടും ചടപ്പാണ്. മണ്ടാനും ചടപ്പാണ്, ഇവിടെ ഇരിക്കാനും ചടപ്പാണ്. ഗൈസ്, അങ്ങനെ ബുക്ക് വായിച്ചു കഴിഞ്ഞു. ഇന്ന് കുറച്ച് നേരം വൈകി. ഇന്ന് 10:50 ഗൈസ്. ഇന്ന് എന്താണെന്നറിയില്ല. ഇന്ന് ക്ലിനിക്ക് കഴിഞ്ഞ് ഇങ്ങോട്ട് പെരിക്കെത്താൻ നേരം വൈകി. കുറേ ആൾക്കാരെ കണ്ട് സംസാരിച്ച് അങ്ങനെ. അപ്പോൾ അങ്ങനെ ഇവിടുന്ന് കുറച്ച് സംസാരിച്ച് അങ്ങനെ മൊത്തത്തിൽ നേരം വൈകി. അപ്പോൾ എന്തായാലും വർക്ക് വേണ്ടി ഞാൻ ഉച്ചക്ക് ഉറങ്ങി വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തുള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ
നമ്മളെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ കോഴ്സ് പോകേണ്ട അവിടെ ഓണപ്പരിപാടിയാണ്. നാളെ പണ്ടാരം മുണ്ടെടുക്കാൻ അറിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു കഥയാണ്. അപ്പോൾ നാളെ നല്ല വീഡിയോ ആയിട്ട് കാണാം. നാളെ അവിടെ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല ഗൈസ്, കാരണം അവിടുത്തെ ആർക്കും അറിയില്ല എനിക്ക് അങ്ങനത്തെ പരിപാടി ഉണ്ട് എന്നറിയില്ല. നോക്കട്ടെ. വോയിസിനത്തോടത്തുള്ള അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ഗൈസ്. നാളെ കാണാം. ബൈ ഇൻഷാല്ലാ.